ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കോറിലേഷനിലെ ടെക്നിക്സ് ഫോർ മെഷറിങ് കോറിലേഷൻ. എന്തൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ കോറിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് തന്നെ ഈ ഒരു ഏരിയ ആണ്, ടെക്നിക്സ് ഫോർ മെഷറിങ് കോറിലേഷൻ. ഓക്കെ, നോക്കാം നമുക്ക് എന്താണെന്ന്. ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള കുറേ മെത്തേഡ്സുകളാണ് നമുക്ക് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലുള്ള മെയിനായിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ട്. സ്കാറ്റർ ഡയഗ്രാംസ്, കാൾപിയേഴ്സൺസ് കോഎഫിഷ്യൻസ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ആൻഡ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇതൊരു പ്രോബ്ലം ഏരിയ ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് പ്രോബ്ലമാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത്രയും മെത്തേഡ്സാണ് കോറിലേഷൻസ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സ്കാറ്റർ ഡയഗ്രാംസ് എന്തൊക്കെയാണ്. സ്കാറ്റർ ഡയഗ്രാം എന്താണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം എന്താണ് സ്കാറ്റർ ഡയഗ്രാം. The term scattered refers to the depressions or spread of the dots on the graph. അതായത് സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെതറി കിടക്കുക എന്നൊക്കെ പറയും. അതായത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാഫിൽ കുറേ പ്ലോട്ടുകൾ, ഇവിടെ വരയ്ക്കാം, കാണുന്നില്ല, ഇവിടെ ഇങ്ങനെ ഓരോ പ്ലോട്ടുകൾ എന്താണ് ചെതറി കിടക്കുകയാണെങ്കിൽ, ഓക്കെ, ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്താണ് സ്കാറ്റർ എന്ന് പറയുന്നത്. ഒരു ഗ്രാഫിൽ ഡോട്ട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്, അതിനെ നമ്മൾ എന്ത് പറയും? സ്കാറ്റർ എന്നാണ് പറയുക. സ്കാറ്റർ ഡയഗ്രാം ഇസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ബൈവാരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ടു വാരിയബിൾസ് തമ്മിലുള്ള ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഇസ് യൂസ്ഡ് ടു ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദോസ് വാരിയബിൾസ് എക്സ് ആൻഡ് വൈ. അതായത് സ്കാറ്റർ ഡയഗ്രാംസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഒരു വാരിയബിളും വൈ എന്ന് പറഞ്ഞ ഒരു വാരിയബിളും തമ്മിലുള്ള ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് നമ്മളെന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഇപ്പോൾ എക്സ് പ്ലോട്ട് ചെയ്ത് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ അത് വൈ ആറുണ്ടെങ്കിൽ അങ്ങനെ അത് പ്ലോട്ട് ചെയ്ത് ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലുള്ള എന്താണ് അതിൻ്റെ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാംസിൽ പറയാം. ദിസ് മെത്തേഡ് ഇസ് ഓൾസോ നോൺ ആസ്, സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞ ഈ മെത്തേഡിന് നമുക്ക് പറയുന്ന മറ്റ് പേരുകളാണ് ഡോട്ട് ഡയഗ്രാം എന്ന് പറയും, ഡാറ്റാഗ്രാം എന്ന് പറയും, അതേപോലെ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയും. ഓക്കെ, ഇനി നോക്കാം. ഫോർ ഈച്ച് പെയർ ഓഫ് ദ എക്സ് ആൻഡ് വൈ ഇസ് എ വാരിയബിൾ, വൺ ഡോട്ട് ഈച്ച് ഈസ് പ്ലോട്ടഡ് ഓൺ ദ ഗ്രാഫ്. നമ്മളെന്താണ് എക്സ് എന്ന് പറഞ്ഞ ഒരു വാരിയബിൾ, വൈ എന്ന് പറഞ്ഞ ഒരു വാരിയബിൾ, ഇവിടെ 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും, നെക്സ്റ്റ് 2 4 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഓരോ വാരിയബിളിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, എക്സ് എന്ന് പറഞ്ഞ വാരിയബിളിന് ഇവിടെ പ്ലോട്ട് ചെയ്ത് പോവുകയാണ്. എക്സ് 2 ഇവിടെ പ്ലോട്ട് ചെയ്തു, നെക്സ്റ്റ് 3 എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലോട്ട് ചെയ്യും, നെക്സ്റ്റ് 2 എന്ന് പറഞ്ഞത് ഇതിനെ മൊത്തം വരച്ചാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി 2, ഇനി 4, ഇനി എന്താണ് 5, അങ്ങനെ പ്ലോട്ട് ചെയ്തു വൈൻ്റെ ഗ്രാഫ്. ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് പോണതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്കാറ്റർ ഡയഗ്രത്തിൽ നോക്കാം. ആഫ്റ്റർ പ്ലോട്ടിംഗ് സച്ച് ഡോട്ട്സ്, ഡിഗ്രി ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ദ വാരിയബിൾ ഈസ് എസ്റ്റിമേറ്റഡ് ബൈ എക്സാമിങ് ദ ഷേപ്പ് ഓഫ് ദി പ്ലോട്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ഗ്രാഫിൽ നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഷേപ്പ് നമ്മൾ ആ പ്ലോട്ടിനെ മൊത്തം എന്താണ് ഒരുമിച്ച് നോക്കുക. അപ്പം അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും എങ്ങനെയാണ് എക്സ് ആൻഡ് വൈ റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് നോക്കും. ഇപ്പോൾ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ രണ്ടും എന്താണ് പോസിറ്റീവ് ആണ്, അതായത് ഒരേ ഡയറക്ഷനിലാണ് രണ്ടും പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. പിന്നെ പെർഫെക്റ്റ് അല്ല, എന്താണ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് ഇവിടെ പറഞ്ഞത്. ആഫ്റ്റർ പ്ലോട്ടിംഗ് സച്ച് ഡോട്ട്സ്, ഡിഗ്രി ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ദ വാരിയബിൾസ് ഈസ് എസ്റ്റിമേറ്റഡ് ബൈ എക്സാമിങ് ദ ഷേപ്പ് ഓഫ് ദി പ്ലോട്ട്. നമുക്ക് ആ പ്ലോട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഡയഗ്രത്തിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതാണ് സ്കാറ്റർ ഡയഗ്രാമിൽ. നെക്സ്റ്റ് നമ്മൾ ഓരോ ഡയഗ്രാംസും പരിചയപ്പെടാൻ പോവുകയാണ്. എന്തൊക്കെ ഡയഗ്രാംസ് ആണ് ഉള്ളതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, പരിചയപ്പെടാൻ പോവുകയാണ്. First one is perfect positive correlation. Okay,
പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ് നമ്മൾ നോക്കുന്നത്. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആവണമെങ്കിൽ എന്താണ്, R = 1+1 ആയിരിക്കണം. അതെന്താണ്, ഇഫ് ഓൾ ദ പോയിൻറ്റ് ലൈൻസ് ഓൺ ദ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെയിറ്റിംഗ് ഫ്രം ലെഫ്റ്റ് ബോട്ടം എന്ന് പറയുന്നത് ഇതാണ്, ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്ന് എന്താണ് ടോപ്പിലേക്ക് പോവുക, അതായത് റൈറ്റ് ടോപ്പിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണെന്ന് പറയാം. അതായത് +1 ആയിരിക്കും അത് R, അതായത് കോറിലേഷൻ =1 ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈ പോസിറ്റീവ് കോറിലേഷനാണ്. ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് ഇത് ഒരിക്കലും =1 ആയിരിക്കില്ല. ഓക്കെ, 1 ആയി എന്താണ് പെർഫെക്റ്റ് ആവും, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആവും. പക്ഷേ ഇവിടെ എന്തായിരിക്കില്ല, 1 ആയിരിക്കില്ല, പക്ഷേ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കോറിലേഷനിൽ കിട്ടുക. അപ്പോൾ എങ്ങനെയായിരിക്കും, ദ പ്ലോട്ടഡ് പോയിൻ്റ് ഓൺ ദ ഡയഗ്രാം വിച്ച് ഷോ അപ്വേർഡ് ട്രെൻഡ് ഇൻഡിക്കേറ്റ് കോറിലേഷൻ ആണ് എന്ത്, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്വേർഡ് ട്രെൻഡാണ് ഇതിനുണ്ടാവുക. ഇത് അപ്വേർഡ് അല്ലേ, അതായത് ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്ന് റൈറ്റ് ബോട്ടത്തിലേക്കുള്ള അപ്വേർഡ് ട്രെൻഡാണ്. പക്ഷേ ഇവിടെ എന്താണ്, പെർഫെക്റ്റ് അല്ല. അതായത് പെർഫെക്റ്റ് ആകുമ്പോൾ 2 വേരിയബിൾസ് തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും എന്തായിരിക്കും, ഈക്വലായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതങ്ങനെ ആയിരിക്കില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ പെർഫെക്റ്റ്ലി ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. പെർഫെക്റ്റ്ലി നമുക്ക് നോക്കാം. എക്സ് എന്ന് പറയുന്നത് 1 ആണ്, വൈ എന്ന് പറയുന്നത് 1 ആണ്, മറ്റേത് 2 ആണ്, നെക്സ്റ്റ് 2 ആണ്, അതേപോലെ 3 ആണ്, 4 ആണ്, 3 ആണ്. അതൊക്കെ സെയിം വാല്യൂസ് ആയിരിക്കും. അപ്പോൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഇതിലാണല്ലോ കിട്ടുക. അതാണ് ഇതാക്കണ്ടോ, സെയിം സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. പക്ഷേ ഈ ഒരു കേസിലേക്ക് നോക്കുമ്പം, അതായത് നമ്മുടെ ഹൈ പോസിറ്റീവ് കോറിലേഷനിലേക്ക് നോക്കുമ്പം എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, എക്സും വൈയും സെയിം ആയിരിക്കില്ല, പക്ഷേ ഒരേ ഡയറക്ഷനിലുണ്ടാവുന്ന ചേഞ്ചുകളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താണ്, രണ്ടും പോസിറ്റീവായിട്ട് അപ്വേർഡ് ആയിരിക്കും പോകുന്നത്, അതിൻ്റെ സ്ലോപ്പ് പോകുന്നത്. അതുകൊണ്ട് ഇതിനെ ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡയഗ്രാം നോ കോറിലേഷൻ. ഇവിടെ യാതൊരു തരത്തിലുള്ള കോറിലേഷനും ഉണ്ടാവില്ല, അതായത് എക്സും വൈയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് പ്ലോട്ടഡ് ഡയഗ്രാംസ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചെതറി കിടക്കുന്നത്. അതായത് R = 0 ആയിരിക്കും എന്തിൽ, നോ കോറിലേഷനിൽ ഉണ്ടാവുക. നെക്സ്റ്റ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടോപ്പിൽ നിന്നും റൈറ്റ് ബോട്ടത്തിലേക്കാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഷിഫ്റ്റിംഗ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ നെഗറ്റീവ് കോറിലേഷനാണ്, ലെഫ്റ്റ് ടോപ്പിൽ നിന്നും റൈറ്റ് ബോട്ടത്തിലേക്ക്. ഇവിടെ എന്താണ് നെഗറ്റീവ്, അതായത് സെയിം ഡയറക്ഷനിലായിരിക്കില്ല എന്ത് പോവുക, നമ്മുടെ ഡയഗ്രാം പോകുന്നത്. അതിനെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയണം. നെക്സ്റ്റ് ഹൈ നെഗറ്റീവ് കോറിലേഷൻ. അത് നമ്മൾ ഇവിടെ എന്താണ്, R എന്ന് പറയുന്നത് എപ്പോഴും -1 ആയിരിക്കും, -1ന് ഈക്വൽ ആയിരിക്കും. ഹൈ നെഗറ്റീവ് കോറിലേഷൻ ആകുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, പക്ഷേ എന്താണ്, അത് ഈക്വൽസ് ടു -1 ആയിരിക്കില്ല, അത് നെഗറ്റീവിൽ കിടക്കുന്നതായിരിക്കും. പക്ഷേ ഈക്വൽസ് ടു -1 ആയിട്ട് ഈക്വൽ ആവില്ല. പക്ഷെ എന്താണ്, അത് നെഗറ്റീവ് സ്ലോപ്ഡ് തന്നെ ആയിരിക്കും, അതായത് ഡൗൺവേർഡ് സ്ലോപ്ഡ് ആയിരിക്കും. പക്ഷേ അതെന്താണ്, ഒരേപോലെ ആയിരിക്കില്ല. അത് എക്സും വൈയും ഒരേപോലെ എന്ത് ചെയ്യുന്നില്ല, അതിലുണ്ടാകുന്ന ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഹൈ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്കാറ്റർ ഡയഗ്രാംസ് നോക്കുക. ഒന്ന് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ഹൈ പോസിറ്റീവ് കോറിലേഷൻ, നെക്സ്റ്റ് നോ കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, ഹൈ നെഗറ്റീവ് കോറിലേഷൻ ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം ആണ്. ഇറ്റ് ഈസ് വെരി ഈസി ടു ഡു, നമുക്ക് പെട്ടെന്ന് തന്നെ അത് വരയ്ക്കാൻ പറ്റും. നമുക്ക് പ്ലോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാം. പിന്നെ ഇറ്റ് ഈസ് ഈസി അണ്ടർസ്റ്റുഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഡയഗ്രാം നോക്കിയിട്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അതേപോലെ നമുക്ക് പെട്ടെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാനും പറ്റും. എക്സ്ട്രീം വാല്യൂ ഡു നോട്ട് ഇഫക്റ്റ്. ഇതിൻ്റെ എക്സ്ട്രീം വാല്യൂ എന്ത് ചെയ്യുന്നില്ല, ഇതിനെ ഇഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലിമിറ്റേഷൻ ആണ്. ലിമിറ്റേഷൻ, ഇറ്റ് ഗീവ് എ റഫ് ഐഡിയ ആൻഡ് ഡസ് നോട്ട് ഗീവ് എ പ്രിസൈസ് ഡിഗ്രി ഓഫ് കോറിലേഷൻ. ഇത് ഓൺലി ഒരു റഫ് ഐഡിയ മാത്രമാണ്. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോറിലേഷൻ ഡിഗ്രി ഒന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ട്രീറ്റ്മെൻറ്റ്സ്. മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിനും ഇതെന്ത് ചെയ്യാനില്ല, യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പറയുന്നത്. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ്, ടെക്നിക്സ് ഫോർ മെഷറിങ് കോറിലേഷൻ ആണ്. അതിൽ ടെക്നിക്സിൽ സ്കാറ്റർ ഡയഗ്രാമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ന് നോക്കിയത്. അതിൽ സ്കാറ്റർ ഡയഗ്രാം എന്താണെന്ന് നോക്കി, നെക്സ്റ്റ് പെർഫെക്റ്റ് കോറിലേഷൻ എന്താണെന്ന് നോക്കി. അതായത് ഓരോ ഡയഗ്രാംസ് എങ്ങനെയാണ് നോക്കുക. നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നു, ഇത് ഏത് ഡയഗ്രാം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് എഴുതാൻ കിട്ടണം. പിന്നെ ഹൈ പോസിറ്റീവ് കോറിലേഷൻ, നോ കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, ഹൈ നെഗറ്റീവ് കോറിലേഷൻ, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടെക്നിക്കായിട്ടുള്ള കാൾ പിയേഴ്സൺ കോറിലേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതൊരു പ്രോബ്ലം ഏരിയ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.